ഹായ് ഹലോ. എനിക്ക് രണ്ട് കൊമ്പ് വന്നു. അത് ഞാൻ ചായ കുടിച്ചതിൻ്റെ. നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് കോഴിത്തീറ്റയില്ല. അപ്പം നമുക്ക് നമ്മുടെ കോഴിക്കുട്ടന്മാരെ തുറന്നിട്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാം. ചാച്ചൻ ബീഫ് വാങ്ങിക്കാൻ പോവാണല്ലോ. സത്യം പറഞ്ഞാൽ പണ്ട് ഈ ബീഫ് വാങ്ങിക്കുന്ന ദിവസമുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് വല്ലപ്പോഴും അല്ലേ ബീഫ് വാങ്ങിക്കത്തുള്ളൂ. ഭയങ്കര സന്തോഷമാണ്. എന്താന്നില്ലത്തെ സന്തോഷമാണ് ബീഫ് വാങ്ങിക്കുന്ന ദിവസം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ചാച്ചൻ വാങ്ങിക്കാൻ പോയില്ല. ഞാൻ അപ്പോൾ ചാച്ചനെ പറഞ്ഞു, മര്യാദയ്ക്ക് ബീഫ് വാങ്ങിക്കാൻ പൊക്കോന്ന് പറഞ്ഞ് രണ്ടുപേരെയും അടിയിട്ടിട്ടാണ് വന്നത്. മണിസാറ് ഭയങ്കര ഉറക്കം. കണ്ടെത്തി മഞ്ഞുണ്ട്, നമുക്ക് കോഴിയെ തുറക്കാം. കണ്ടെത്തി ചെറിയൊരു മഞ്ഞ് പോലുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. അതുകൊണ്ട് ആ ഭാഗമൊക്കെ കണ്ടോ, മഞ്ഞ് പോലെ. ഇവരെ ഇറങ്ങത്തില്ല. മെയിൻ വിഷയം അതാ. കൂട് തുറന്നാലും ഇവരിറങ്ങത്തില്ല. അവൻ ചാടി ഇറങ്ങും, ഇവളുമാരിറങ്ങത്തില്ല. ഓട്ടോ കാല് നൂരാനും വേണ്ടി ഓടുന്നയാ ഇത്. കൂട്ടിക്കിടന്ന് ഒരുത്തി നോക്കുക അതിൻ്റെ അകത്ത്. ഞാൻ അവളുമാർക്ക് തീറ്റ ഇവിടെ ഇട്ട് കൊടുത്തത് വെറുതെയാണേ. അവളുമാരവിടെ കിടന്ന് നടക്കുക. നോക്ക്, കണ്ടോ കുട്ടി കയറുന്നേ. തിന്നെല്ലാരും തിന്ന്, കൊത്തി കൊത്തി തിന്നാട്ടെ. ആ കല്ലാന്നോ കൊത്തി തിന്നുന്ന ഈ കോഴികള്? അതുകൊണ്ട് ഒരു കോഴി അവിടെ നിൽക്കുന്നുണ്ടോ ഇറങ്ങാതെ. ഇവര് ശരിക്കും വളരാത്ത നമ്മൾ അങ്ങനെ കൂട്ടിന്ന് ഇറക്കാത്തോണ്ടാ. തിന്നുവട്ടോ എല്ലാവരും കൊത്തി പറകി. ഓ അടിയ. ഈ മന്ദബുദ്ധി കോഴികളെ അവിടെ തീറ്റ ഇട്ടിട്ടുണ്ട്, അതങ്ങോട്ട് തിന്നെ. ഈ കോഴിക്ക് നല്ല പൊട്ടീര് കൊടുക്കണം. ഇതിങ്ങൾ ഇറങ്ങുന്നില്ല, പൂവ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഇത്രേ ഉള്ളോ വെറ്റാ? ഇതെന്താ ദിവസത്തിന് ദിവസം കുറഞ്ഞു കുറഞ്ഞു വരുവാന്നോ? ഗുണം കൊണ്ട് അച്ഛനല്ലയോ ഉണ്ടാക്കുന്നത്. ഓ, ഇത് കടയിൽ കൊടുക്കൂല്ലേ? രാവിലെ ഞങ്ങൾ പേൻ ചീപ്പാനായിട്ട് പോവാ. ഭയങ്കര ചൊറിച്ചില്ല, പനിപ്പേനാണെന്നാ തോന്നുന്നു. രായ ഇന്ന് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. രായൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. രായനോട് ഞാൻ പറഞ്ഞു അമ്മയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി. രായ അതൊന്നും കേൾക്കത്തില്ല. തള്ള പേൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ചൂലിട്ടിട്ട് ഒറ്റൊരു പോക്ക്. ഭയങ്കര വലുതാ പേനെ കൊല്ലാൻ. ഇപ്പം വരും എൻ്റെ തല പറിക്കാൻ. പതിയെ പിടിച്ചോണം കേട്ടോ. എണ്ണ എടുത്തോണ്ട് വാ. അതിയെ തേക്കൊക്കെ മൂടുണ്ട്. പക്ഷെ അതേ കണക്ക് ഇനി താഴോട്ട് കിളിച്ചിറങ്ങിയായിരുന്നു. മൂടുണ്ട്. ഇവന് എന്തൊരു പൊട്ടനാ. അവന്റെ ഒരു ചക്കിട്ട വണ്ടി. മിണ്ടരുത്, പതിയെ വലിക്കമ്മേ. കണ്ടോ, ഒരെണ്ണം പോലും ഇല്ല. അമ്മയിട്ട് ആന വരുമ്പോട്ട് കയറുന്ന വലിയ വലിക്കുന്നേ. ആ അടിക്കും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെന്തിനാ രാവിലെ ഇരുന്ന് കുരങ്ങ് മാന്തുന്ന മാന്തുന്നേ? ഞാൻ അമ്മയെ വിളിച്ചോ? ഞാൻ തന്നെ ജീപ്പത്തില്ല. അമ്മ പോ. നമ്മുടെ റംബൂട്ടാൻ കായ്ച്ച്. അല്ല, ഇത് അയ്യം കിടക്കുന്ന വൃത്തി കണ്ടോ. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അമ്മ. അച്ഛനെ കണ്ടിട്ട് ഓടുവാട്ടോ.
അച്ഛനെ കണ്ടന്റെയാ. ഇതാട്ടോ ബീഫ്. നെയ്യുണ്ട്. ആ വലിയ നെയ്യൊന്നുമില്ല, അത്രയും നെയ്യേ ഉള്ളൂ. പിന്നെ ഒരു കരള്. ഞായറാഴ്ച ദിവസം ഇത് വാങ്ങിക്കുമ്പം കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ കരൾ ഒത്തിരി ഉണ്ടെന്നേ. വേണ്ട, ഇത്രയും കരളുണ്ട്. അത് ജാതിക്കയാട്ടോ, ജാതിക്ക. ജാതിക്കുരു ഉണ്ട്, ജാതിക്കായും ഉണ്ട്. വെയിലത്ത് വെച്ചേക്ക് ഉണങ്ങാനും വേണ്ടി. കുരു ഉണങ്ങിയിട്ട് എടുക്കാം, മറ്റേത് അച്ചാറിടാനും പിന്നെ വേണ്ടിയാട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ നനവൊന്ന് മാറാൻ വെച്ചേ. അവിടെ ചെറുക്ക അവിടെ ഇരിക്കുന്നുണ്ടോ, അടിയൊക്കെ കഴിഞ്ഞ്. പച്ചപ്പുണ്ടോ കണ്ടത്തില്ലേ? ചെറുക്കൻ്റെ വാല് നോക്ക്, ഫുള്ള് അഴുക്കാ. വാല് മണി അഴുക്കാ ചെറുക്കൻ്റെ. നമുക്ക് കരള് ഫ്രൈ ചെയ്യാം, ബീഫ് കറി വെക്കണം. അപ്പം ഇതെല്ലാം ഞാൻ അരിഞ്ഞിട്ട് വരാം. ഞാനിവിടെ അരിയുന്ന ആള്. കൈ മാറ്റിയേ. ആ കൈയല്ല, ക്യാമറയുടെ അടുത്തുള്ള കൈ. ഇപ്പം ക്യാമറ അമ്മ ഫോണിൻ്റെ ആ സൈഡിൽ എനിക്ക് വീഡിയോ എടുത്തു തരുന്ന അമ്മയാട്ടോ. അതാ ഞാനിങ്ങനെ അമ്മയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ബീഫ് നമ്മൾ അര കിലോ വീതം ആട്ടോ എപ്പോഴും വാങ്ങിക്കുന്നത്. എങ്കിലേ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. സൈഡിൽ ഒരാൾ എനിക്ക് ഇങ്ങനെ വെട്ടടി അങ്ങനെ വെട്ടടി എന്നൊക്കെ പറയായിരിക്കുമോ. അവനൊന്ന് കാണിച്ചു തരമ്മേ. കിടക്കുന്നു. ആ, ഇതുകൊണ്ട് കിടക്കുന്നു. ഈ ചെരുപ്പൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും. കുഞ്ഞവിടെ കിടക്കും. അപ്പം ഞാൻ ബീഫ് അരിയുക. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ബീഫ് ഇവർക്ക് കുറച്ച് വലുതായിട്ട് അരിയണം, എനിക്ക് കുറച്ച് ചെറുതായിട്ട് അരിയണം. ഇല്ല, വാടയില്ല ബീഫിനൊന്നും. ആ സ്ഥാനത്ത് മീനായിരുന്നെങ്കിലോ കൈ ഇപ്പം വാട എടുത്ത് കൂറ അടിയച്ചേനെ. ചാച്ച ഇനി ചീനി എടുക്കാൻ കണ്ടെത്തി പോവാ കേട്ടോ. ചാച്ചനും അമ്മയും കൂടി ഇപ്പോൾ ഒരു ഉടക്ക് കഴിഞ്ഞതേ ഉള്ളൂ. കാര്യം പറയുന്ന ഉടക്കാന്നോ? ആ, കാര്യം പറയുന്ന അണ്ണാക്ക് കയറി അപ്പുറം ഇപ്പുറം കേൾക്കുന്ന രീതിയിലാണ് ഇവർ രണ്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കൾച്ചറില്ലാത്ത ഡാഡി മമ്മി. നാടനാണ്. എന്തിനാ നാണക്കേടാ രണ്ടിനെയും കൊണ്ട്? അലപ്പാ കിടന്നങ്ങ് ഇതുപോലെ രണ്ടെണ്ണം. ഫോൺ ഇതൊക്കെ കിട്ടിയോ ദൈവത്തിനറിയാം. എന്തോ ഓ, എന്റെ സൺഷൈൻ ഉറങ്ങുവാട്ടോ. ഇപ്പൊ അമ്മയുടെ നടി കിട്ടുന്നു, അതിന്റെ പുറകെ കിടക്കുന്നുണ്ട്. തൊള്ള വന്നാ നിന്റെ മണി കണ്ടിച്ച് കളയും. ആ, ഇപ്പം കിട്ടും. തള്ള ഇപ്പം വരുവടാ. താഴത്തെ കണ്ടത്തിലെ ചീനിയാ കേട്ടോ. മണിസാറ് വേണ്ട, അച്ഛൻ വന്നാൽ അച്ഛൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല പൂച്ച. അപ്പം താഴത്തെ കണ്ടത്തിലെ ചീനിയാ. അന്ന് നമ്മൾ പോയപ്പോൾ ഇമ്മിണിയേ ഉള്ളായിരുന്നു. ഇപ്പം വളർന്ന് പന്നി എടുക്കും, അതാ വിഷയം. നമ്മൾ മുട്ട മൊത്തം വെട്ടിയേ കൊടുക്കത്തുള്ളൂ. നമ്മളല്ലാതെ മുട്ട വെച്ച് കൊടുക്കും. ഇതിപ്പോൾ നമുക്ക് 2 കിലോ കൊടുക്കാനുണ്ട്. ബാക്കി നമുക്ക് വേവിക്കാം. ബീഫുണ്ടല്ലോ, ബീഫും ചീനി. ഇത് നമുക്ക് കൊടുക്കാനാട്ടോ. മുട്ടമേ ഇല്ല, ചീനി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അധികവും ഇടും. ഇവിടെ നമ്മുടെ കരള് ഫ്രൈ ആണ്. പാത്രം നല്ല ഫ്രൈ ആയിട്ടാണ്. തള്ളേനെ ഫ്രൈ ആക്കും. എന്തിനാ പ്ലാസ്റ്റിക് തിന്നുന്നേ? അത്തോതില്ല മോനെ. എന്തിനാണ് പ്ലാസ്റ്റിക് തിന്നുന്നത്? എന്തിനാ അമ്മേനെ അടിക്കുന്നേ? അടിച്ച് പൂച്ച പറഞ്ഞ അനുസരണ ഇല്ല അവന്. ഇവിടെ പാടാ ഓടുന്നല്ല. നീ എന്നെ കഴിപ്പം തരാന്ന്. അടവണേ പോയി മമ്മി ഇരിക്കുന്ന. പൊന്നുമോ നിന്ന് വാടി. അമ്മച്ചി ചുമ്മാതെ പഞ്ഞല്ലോടി. ഇന്ന് വാടി. വാ മണിമോനെ. എടി പെണ്ണ്, എടി. മാഹിഷ്മതീസ്രാജ്യം. ആ, ഒന്ന് അരിച്ചാരാ ചേപ്പാ. ഈ അമ്മ അരിയുന്ന കണ്ടോ? ഞാൻ എത്ര നോക്കിയാലും എനിക്ക് ഇങ്ങനെ അരിയാൻ പറ്റത്തില്ല. ചീനി കൊത്തി ഭയങ്കര രസമാണ്. അതിന്റെ കമ്പ് മാത്രം മതി. വേറെ ഒരെണ്ണം എടുത്ത് അരിഞ്ഞ് കാണിച്ചേ. എരിയാ നീ പറയുമ്പോ അങ്ങ് ഫാഷനും പഠിച്ചോ. ഫാഷൻ നോക്കണ്ട, കൊത്തി കറക്കി അരിയുന്നേ. ഭയങ്കര രസമാണ്. അതേപോലെ പാറ്റാൻ എനിക്കറിയത്തില്ല.
നമ്മുടെ ബീഫ് കറി അടുപ്പയിലായി കേട്ടോ. വേണ്ടിരുന്ന് തെളിയാണ്ടമ്മേ കയ്യിപ്പോൾ പൊളിപ്പാൻ തിളയ്ക്കുന്നേ. ഞാൻ ഒരു കാര്യം കാണിക്കാം. മണിസാറാണേ കുറേ ചീനി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ പറിക്കാൻ നോക്കുമായിരുന്നു. കുറേ നേരം കൊണ്ട് മണ്ടയിലോട്ട് നോക്കും. എന്തോന്ന് അറിയത്തില്ല. നോക്കട്ടെ എവിടെ ഇരിക്കുന്നതെന്നുണ്ടോ. കിണറിൻ്റെ മണ്ടേ തിട്ടയിൽ എന്തോ നോക്കുക. ആ തെങ്ങിൻ്റെ മണ്ടയിലേ ഓലയോ എന്തോ ഒരു നാടുന്നു. ഈ മണ്ട അത് നോക്കുക. മണ്ട വിചാരിച്ച അത് എന്തോ ഉണ്ടോന്ന്. ഇതാ മണ്ട മണ്ട മണ്ടോ. എടാ മണ്ട അതിലൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങ. ഇങ്ങോട്ട് വാ. എന്തിനാ പ്ലാസ്റ്റിക് തിന്നുന്നേ? എന്തിനാ പ്ലാസ്റ്റിക് തിന്നുന്നേ? അത്തോതില്ല മോനെ. എന്തിനാ പ്ലാസ്റ്റിക് തിന്നുന്നേ? എന്തിനാ മേനെ അടിക്കുന്നേ? അടിച്ച് പൂച്ച പറഞ്ഞ അനുസരണ ഇല്ല അവന്. ഇവിടെ പാടാ ഇവിടെ പാടാ ഓടുന്നല്ല. A few moments later. വാടി അമ്മത്തി തുമ്മാതെ പഞ്ഞല്ലോടി. ഇന്ന് വാടി ഇന്ന് വാടി ഇന്ന് വാ മണിമോനെ. എടി പെണ്ണ് എടി. പൂച്ച പോവാ ഇനി ചാച്ചന്റെ പുറ. ഒരു പന്നി നമ്മുടെ ഈ കണ്ടത്തിൽ കൂടെ നടന്നു പോയി. അല്ലല്ല ഞാൻ വിളിക്കുന്നില്ല. അപ്പൊ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിന്നേരിക്കുക. അമ്മ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പാട്ടൊക്കെ കേട്ടോണ്ട് നടക്കുക കേട്ടോ. കാണിക്കാം നോണ്ട് നടക്കുന്നുണ്ടോ. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. ചാച്ചനാണെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ചീനിയും ബീഫും ഇവിടുന്ന് കഴിച്ചു. ഉച്ചയ്ക്ക് കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ 3 പേരും പല സമയത്താണ് കഴിച്ചത്. എന്നിട്ട് ചാച്ചനാണെങ്കിൽ അങ്ങ് ലക്ഷ്മിയുടെ കടയിൽ പോയി. ചാച്ചൻ പിന്നെ 3:30-4 മണി ആവാറായപ്പോഴാണ് വന്നത്. ചാച്ചനും അവളൂടെ വന്ന്. എന്നിട്ട് ചാച്ച അവളെ കൊണ്ടുവിടാൻ പോയിട്ട് ഇനി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിരുന്നാൽ ഇത് നിങ്ങൾ രണ്ടും കൂടെ ഉടക്കാന്നേ. അതിന് നല്ല കൊണ്ടിരിക്കുന്നേ. എന്നിട്ട് ചാച്ച ഇപ്പം ഇങ്ങനെ വരും. ഇനി നേരം നമ്മുടെ മണിയനെ ഇവിടെയെങ്കിലും നമ്മൾ കണ്ടില്ലേ. ചാച്ചൻ വന്നപ്പം അവൻ വന്ന് കണ്ടോ. അവ ഇതുവരെ പെരക്കകത്ത് കയറിയിട്ടില്ലായിരുന്നു ചാച്ചൻ പോയിട്ട്. ഇപ്പോഴാ അവൻ വരുന്നേ. അച്ഛൻ ഈ പൂച്ച ഞാൻ കൊടുത്ത ചോറ് തിന്നില്ല. ഓ അച്ഛൻ്റെ അടുത്തോട്ട്. ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹമാ. പൊന്നാരാ ഇന്നത്തെ വന്നേ. ഇന്നത്തെ വാരി ആ